ഹായ് നമസ്കാരം. നമുക്കൊരു ചെറിയ ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീടുകൾക്കൊക്കെ റൂഫിംഗ് ചെയ്ത് കഴിയുമ്പോഴേ എപ്പോഴും നമുക്ക് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മുകളിൽ തുണി വിരിച്ചിടാനും അല്ലെങ്കിൽ അഴ കെട്ടാനായിട്ട് പൈപ്പ് അടിക്കണം, അല്ലെങ്കിൽ അഴ കെട്ടാനുള്ള സൗകര്യം ചെയ്തു തരണം. അപ്പം അങ്ങനെ ചെയ്തിരിക്കുന്ന അഴ കെട്ടിയിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഉപകാരപ്പെടും നിങ്ങൾക്ക്. കാരണം ഞാനൊരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 6 വർഷം മുമ്പ് റൂഫ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ വർക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വീണ്ടും അന്ന് 5 വർഷം മുമ്പ് ഞങ്ങൾ ചെയ്തതായിട്ടുള്ള അഴയാണ് കേട്ടോ കെട്ടിയിരിക്കുന്നതായിട്ട്. ഇന്നും അന്ന് കെട്ടിയ അതേ പെർഫെക്ഷൻ്റെ അതിൻ്റെ അതേ രീതിയിൽ തന്നെ ഇരിപ്പുണ്ട്. ഏറ്റവും ഭംഗിയായിട്ടാണ് കിട്ടുന്നത്. ഇന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ടും കൂടി ഒരു 6 അഴ കെട്ടിയിട്ടുണ്ട്. ഒരു സംഭവമാണ് ഈ കാണുന്ന നൈലോണിൻ്റെ വള്ളി വെച്ചാണ് കെട്ടിയിരിക്കുന്നത്. നൈലോൺ പ്ലാസ്റ്റിക്കായിട്ട് വരും, ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് അല്ല. ഇത് എത്ര വലിച്ചാലും പൊട്ടത്തില്ല കേട്ടോ. ഇത് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൈപ്പിനകത്ത് 1.5 പൈപ്പ് ജേബോട്ട് വെച്ച് വെള്ളി ചെയ്തിട്ടില്ല. ഏകദേശം 1.5 അടി ഗ്യാപ്പിൽ ജേബോട്ട് വെച്ച് വെള്ളി ചെയ്തില്ല. ജേബോട്ട് വെച്ച് വെള്ളി ചെയ്ത ശേഷം അതിൻ്റെ ഒരു തലക്കിൽ ഞങ്ങൾ കെട്ടി തുടങ്ങി. പിന്നെ കോർത്ത് പുറത്താണ് കിട്ടിയേക്കുന്നത്. കോർത്ത് ഫുൾ ലെങ്ത്തിൽ 6 വരി രീതിയിൽ കോർത്ത് കിട്ടിയിരിക്കുന്നത്. കോർത്ത് കിട്ടിയിരിക്കുന്നതിന് ഗുണമുണ്ട്. ഈ സംഭവം ഇവിടെ തുണി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്തൊക്കെ വലിയ ഇത് വലിയുന്നതനുസരിച്ച് താഴത്തേക്ക് താഴുന്നതനുസരിച്ച് ഈ വണ്ടി അപ്പോൾ ഇവിടെയും വെയിറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്തിടത്ത് ടൈറ്റ് ആവും. അങ്ങനെ ഒരു ഇക്വലൈസേഷൻ ആയിട്ട് മൊത്തത്തിൽ വള്ളി ടൈറ്റായിട്ട് ഒരിക്കലും ഇത് ലൂസായി പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ സിംഗിളായിട്ടുള്ള വള്ളി വെച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഒരു ഗുണം എന്ന് കഴിഞ്ഞാൽ ഇത് നൈലോണാണ്, പെട്ടെന്ന് പൊട്ടത്തില്ല. പിന്നെ നമുക്കറിയാം ഈ പച്ച കേബിളൊക്കെ ഇരുമ്പിൻ്റെ പണ്ടൊക്കെ ടെലിഫോണിൻ്റെ കമ്പനിയിലൊക്കെ ചെയ്യുന്ന കേബിളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് മുമ്പ് ആൾക്കാർ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോകും. പല സ്ഥലത്തും തുരുമ്പെടുത്തിരിക്കും. കാരണം ഈ സോപ്പിനകത്ത് സോപ്പ് പൊടിക്കകത്തും വാഷ് ബോർഡിലൊക്കെ ഈ അലക്കുകാരം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് സ്ഥിരമായിട്ട് തുണി വിരിച്ചിട്ട് ചെയ്യുമ്പോൾ ഇൻ കേസ് പ്ലാസ്റ്റിക് കയറാണെങ്കിൽ പോലും അതിന് ബലക്ഷയം വന്നിട്ട് പൊട്ടിക്കും. എന്നാൽ ഇതുപോലുള്ള കേബിളുണ്ടല്ലോ, നൈലോണിൻ്റെ കേബിൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹാർഡ്വെയർ ഷോപ്പിൽ വിളിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കേബിൾ വയ്ക്കുമല്ലോ, ഇലക്ട്രിസിറ്റിയുടെ കേബിൾ വയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടി വിയുടെ കേബിൾ, ഏഷ്യാനെറ്റിൻ്റെ ACB പോലുള്ള ചാനൽ, അവരുടെയൊക്കെ കേബിൾ വലിക്കുമ്പോൾ സപ്പോർട്ടറായിട്ട് കിട്ടുന്ന കേബിളാണ് കേട്ടോ. പ്രത്യേകം നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് കിട്ടുമ്പോഴൊക്കെ കൃത്യം ശ്രദ്ധിക്കുക. ഓരോ പീസായിട്ട് കെട്ടാതെ ഒറ്റ ലെങ്ത്തിൽ പുറത്ത് കെട്ടില്ല. പുറത്ത് കിട്ടുമ്പോൾ ഒരിക്കലും ലൂസ് ആകത്തില്ല. വള്ളി എപ്പോഴും ടൈറ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യും. താങ്ക് യു.